രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയിൽ നിന്ന് അവയുടെ ഗുണനഫലത്തിൻ്റെ ഇരട്ടി കുറച്ചാൽ എന്ത് കിട്ടും? രണ്ട് സംഖ്യകൾ നമുക്ക് എ ബി എന്ന് കരുതുക. രണ്ട് സംഖ്യകൾ എ ബി. ഇനി എന്താ? ഇവയുടെ വർഗങ്ങളുടെ തുക അതായത് സ്ക്വയർ കണ്ട് കൂട്ടുക. വർഗങ്ങളുടെ തുക സ്ക്വയർ കണ്ട് കൂട്ടുക. രണ്ടിൻ്റെ സ്ക്വയർ കണ്ട് കൂട്ടുക എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എഴുതി. ഇതിന്ന് അവയുടെ ഗുണനഫലത്തിൻ്റെ ഇരട്ടി ഗുണിച്ചിട്ട് ഇരട്ടി എടുക്കുക. ഇത് തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? എ ബി. ഗുണിച്ചാൽ എ ബി, അതിൻ്റെ ഇരട്ടി 2ab. അപ്പോൾ 2ab. അപ്പോൾ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ഇതാണ്. ഇതിന്ന് ഗുണനഫലത്തിൻ്റെ ഇരട്ടി എഴുതി. ഇത് കുറച്ചാൽ എന്താണ് കിട്ടുക എന്നാണ് ചോദ്യം. ഇത് ഒരു ഐഡൻറ്റിറ്റിയാണ്, ഇതൊരു സർവ്വസമവാക്യമാണ്. എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. എന്താ അതിൻ്റെ വലതുവശം? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab സമം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താ കിട്ടുക എന്ന് ചോദിക്കുന്നത്? എന്താ കിട്ടുക? ആ സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗം. വർഗമാണ് കിട്ടുക. എന്താ ഉത്തരം വരിക? ആ സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗമാണ് നമുക്ക് കിട്ടുക. ഉത്തരം സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗം. 91 പ്ലസ് 92 പ്ലസ് 93 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 110ൻ്റെ വില കാണുക. 91 മുതൽക്ക് 110 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് കൂട്ടിയാൽ എത്ര കിട്ടും ചോദിക്കാൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്തറിയോ? ഇതിൽ എത്ര എണ്ണം ഉണ്ട്? അതായത് 91 മുതൽക്ക് 110 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 91 മുതൽക്ക് 110 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട് എന്ന് കാണാൻ 110 നിന്ന് 91 കുറയ്ക്കുക. 110 ആദ്യത്തെ അവസാനത്തെ നിന്ന് ആദ്യത്തെ കുറയ്ക്കുക. 110 91 കുറയ്ക്കുക. അതിനോടുകൂടി 1 കൂട്ടുക. എപ്പോഴും 1 സ്ഥിരസംഖ്യയാണ്. അപ്പോൾ ഇതിൽ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തേന്ന് ആദ്യത്തെ കുറയ്ക്കുക. എന്നിട്ട് അതിനോടുകൂടി 1 കൂട്ടിയാൽ മതി. 110 നിന്ന് 91 കുറച്ച് എത്ര വരും? 19 വരും അല്ലേ? 110 91 കുറച്ചാൽ 19 1 20. അതായത് നമുക്ക് എന്ത് മനസ്സിലായി? 91 മുതൽക്ക് 110 വരെ 20 എണ്ണൽ സംഖ്യകളാണ് ഉള്ളത്. നമുക്ക് 91 110 ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല, നമുക്ക് നോക്കി തന്നെ പറയാൻ പറ്റും. പക്ഷേ വേറെ പല സംഖ്യകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് അറിയണ്ടേ? അതിനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ 91 മുതൽക്ക് 110 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 20 എണ്ണൽ സംഖ്യകളുണ്ട്. ഇനി നമുക്ക് എന്ത് കാണണം? ഇതിൻ്റെ തുക കാണണം. ഇത് സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ തുക കാണാൻ, സമാന്തര ശ്രേണിയുടെ തുക കാണാൻ എന്താ സൂത്രവാക്യം? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n/2 ഇൻറ്റു ആദ്യ പദം ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. എണ്ണം എത്ര? 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം ആദ്യ പദം എത്ര? 91 പ്ലസ് nth ടേം അതായത് അവസാന പദം എത്ര? 110. 20/2 പറഞ്ഞാൽ 20ൻ്റെ പകുതി 10 ഗുണിക്കണം. ഇത് കൂട്ടുക. ഇത് കൂട്ടുമ്പോൾ 110 91 കൂട്ടുക. 110 91 കൂട്ടുമ്പോൾ 1 9 10 1 2 എത്ര വരും? 201 വരും. 201 ഇൻറ്റു 10 2010 ഉത്തരം. 1 3 5 എറ്റ്സെട്ര ഇങ്ങനെ എഴുതുമ്പോൾ 20ാമത് ഒറ്റ സംഖ്യ ഏത്? 1 3 5 അങ്ങനെ എഴുതി പോവാണ്. ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ എഴുതി പോവാണ്. ഇങ്ങനെ എഴുതുമ്പോൾ 20ാമത്തെ ഒറ്റ സംഖ്യ എന്ത് വരും? ഇപ്പോൾ 1ാമത്തെ ഒറ്റ സംഖ്യ 1, 2ാമത്തെ ഒറ്റ സംഖ്യ 3, 3ാമത്തെ ഒറ്റ സംഖ്യ 5. ഇങ്ങനെ എഴുതുമ്പോൾ 20ാമത്തെ ഒറ്റ സംഖ്യ എത്രയെന്ന് കാണാൻ നമുക്ക് ആദ്യം എണ്ണൽ സംഖ്യകൾ എന്താ? എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 അല്ലേ? ഇങ്ങനെ പോണതാണ് എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഈ എണ്ണൽ സംഖ്യയിൽ നമുക്ക് ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാം. എണ്ണൽ സംഖ്യയിൽ ഒറ്റ സംഖ്യ 1ാമത്തെ എണ്ണൽ സംഖ്യ എടുക്കുക 1, അതിൻ്റെ ഇരട്ടി കാണുക, അതൊന്നൊന്ന് കുറയ്ക്കുക. 1ാമത്തെ എണ്ണൽ സംഖ്യ എടുത്തു, അതിൻ്റെ ഇരട്ടി കണ്ട് 1 കുറയ്ക്കുക. 2 2 1 കുറച്ചാൽ 1. നമ്മൾ 1ാമത്തെ ഒറ്റ സംഖ്യ എടുത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ 1ാമത്തെ ഒറ്റ സംഖ്യ കിട്ടി. 1ാമത്തെ എണ്ണൽ സംഖ്യ എടുത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ 1ാമത്തെ ഒറ്റ സംഖ്യ കിട്ടി. അടുത്ത എണ്ണൽ സംഖ്യ എടുക്കുക. എത്രയാണ്? 2. അതിൻ്റെ ഇരട്ടി കാണുക, അതിൽ കുറയ്ക്കുക. ഈ 2 4 1 കുറച്ചാൽ 3. കണ്ടില്ലേ? അടുത്ത ഒറ്റ സംഖ്യ കിട്ടി. 3ാമത്തെ എണ്ണൽ സംഖ്യ എടുത്തു 3 അല്ലേ? 3. അതിൻ്റെ ഇരട്ടി കാണുക, അതിൽ കുറയ്ക്കുക. അപ്പോൾ എണ്ണൽ സംഖ്യ ഓരോന്ന് എടുത്തിട്ട് ഓരോ എണ്ണൽ സംഖ്യകൾ എടുക്കുക, അതിൻ്റെയൊക്കെ ഇരട്ടി കണ്ട് 1 കുറയ്ക്കുക. ഓരോ എണ്ണൽ സംഖ്യ എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഇരട്ടി കണ്ട് 1 കുറച്ചാൽ നമുക്ക് ഒറ്റ സംഖ്യകൾ കിട്ടും. 3 × 2 6 1 കുറച്ചാൽ 5 കണ്ടു. അപ്പോൾ എന്താ കണ്ട്? 20ാമത്തെ ഒറ്റ സംഖ്യ ഇത് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 20ാമത്തെ ഒറ്റ സംഖ്യ നമ്മളെങ്ങനെ കാണുക? 20 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക, അതിൽ കുറയ്ക്കുക. 20 × 2 40 1 കുറച്ചാൽ ഉത്തരം 39. 2 അഭാജ്യ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും ഒരു ഡാഷ് ആയിരിക്കും. ഓപ്ഷൻസ് ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, അഭാജ്യ സംഖ്യ, ഇതൊന്നുമല്ല.
രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുക. അപ്പോൾ എന്താ ഈ അഭാജ്യ സംഖ്യ നമുക്കറിയണം. അഭാജ്യ സംഖ്യ പറഞ്ഞാൽ പ്രൈം നമ്പർ. അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ. അതായത് അഭാജ്യ സംഖ്യകൾ തുടങ്ങുക 2 എന്നാണ് കേട്ടോ. 2 എന്നാണ് തുടങ്ങുക. അപ്പോൾ 2നെ നമുക്ക് 1 × 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏത് ഗുണിച്ചാലും 2 കിട്ടില്ല. അടുത്ത സംഖ്യ 3 അല്ലേ. 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 3 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏത് ഗുണിച്ചാലും കിട്ടില്ല. എന്നാൽ 4 നമുക്ക് 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. അതുപോലെ 5 1 × 5 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 1 × 5 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 6 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. അപ്പോൾ ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? 2 3 5 അങ്ങനെ പോകുന്ന സംഖ്യകൾ. ഇതിനെ അതേ സംഖ്യയും 1ഉം അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ. 2ന് 1ഉം അതേ സംഖ്യയും മാത്രം ഘടകം. 3ന് 1ഉം അതേ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ്. 5ന് 1ഉം അതേ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ പറയുക, പ്രൈം നമ്പർ. മറ്റേ നമ്പറുകളുണ്ടല്ലോ, അതായത് ഒന്നിൽ ഇതല്ലാതെ വേറെ തരത്തിൽ എഴുതാൻ പറ്റും. ഇതൊക്കെ 2 ഘടകങ്ങളേ ഉള്ളൂ. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളതോ ഭാജ്യ സംഖ്യകൾ പറയും, കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. നമുക്ക് എന്താ കണ്ട്? പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇത് ഏതാണ്? 2 3 5 അല്ലേ. 2 3 5. അടുത്തത് ഏതറിയോ? 7. കാരണം 1 × 7 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അടുത്തതോ 8 9 1 10. അതൊക്കെ വേറെ ഗുണിച്ച് എഴുതാൻ പറ്റും. അടുത്തത് 11 13. ഇങ്ങനെ പോണതാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. ചോദ്യം എന്താ? ഇതിലത്തെ ഏത് 2 എണ്ണം എടുത്ത് കൂട്ടിയാലും, 2 അഭാജ്യ സംഖ്യകൾ എടുത്ത് കൂട്ടിയാലും എന്താ നമുക്ക് കിട്ടുക? നമുക്ക് നോക്കുക. 2 3 കൂട്ടി എത്രയാണ്? 5. 3ഉം 5 കൂട്ടി എത്രയേ? 8. 5ഉം 7ഉം കൂട്ടി എത്രയേ? 12. ഏത് 2 എണ്ണം എടുത്ത് കൂട്ടി നോക്കൂ. 11ഉം 13ഉം കൂട്ടിയാലോ 24. 11 7ഉം കൂട്ടിയാലോ 18 അല്ലേ. ഈ 2ഉം 5ഉം കൂട്ടിയാലോ 7. അപ്പോൾ ഈ കിട്ടണതൊക്കെ എന്താ? ഇതൊറ്റ സംഖ്യയാണ്. പക്ഷേ ഇത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ. എന്നാലോ ഇതൊന്നും അഭാജ്യ സംഖ്യകളും അല്ല. ഇത് അഭാജ്യ സംഖ്യയാണ്, ബാക്കിയൊന്നും അഭാജ്യ സംഖ്യകളല്ല. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയാണോ? അല്ല. ഇരട്ട സംഖ്യയാണോ? അല്ല. അഭാജ്യ സംഖ്യയാണോ? അല്ല. അപ്പോൾ ഇതൊന്നുമല്ല. പിന്നെന്താ ഉത്തരം? എന്താ? ഇതൊന്നുമല്ല എന്ന ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരം. 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയ്ക്കുന്നു. കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ? എത്ര രൂപ? 500 രൂപയുടെ ഹെഡ്സെറ്റ്. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 500 രൂപ. നമുക്ക് വിറ്റ വില കാണാം. വാങ്ങിയ വില 500 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 15% വില കൂട്ടി. 15% വില കൂട്ടി. 100ൻ്റെ കൂടെ 15 കൂട്ടിയ, അപ്പോൾ ആദ്യം 500 എന്ന് എഴുതുക. എന്നിട്ട് ഇൻറ്റു 100ൻ്റെ കൂടെ 15 കൂട്ടിയ 115/100 ഇൻറ്റു 15% വില കുറച്ചു. 15% വില കുറച്ചു. 100 നിന്ന് 15 കുറച്ചാൽ 85/100. 85/100. നമുക്കിതിൽ ഒരു 100ഉം ഈ 2 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 5 × 115 × 85. 5 × 115 × 85. 5 × 115 നമുക്ക് 575 എന്ന് വരും അല്ലേ. 5 × 115 575 ഇൻറ്റു 85. 5 25 ശിഷ്ടം 2. 7 32 37 ശിഷ്ടം 3. 5 25 3 28. 8 40 ശിഷ്ടം 4. 8 56 4 60 ശിഷ്ടം 6. 8 46 46 കൂട്ടുക. 5 7 8 8 4 48,875. ഇനി ഒരു /100 ഉണ്ട്. /100. അപ്പോൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. എന്ത് കിട്ടും? 488.75. അതായത് 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 488.75 ഉറുപ്പ്യക്ക് വിറ്റു. പറഞ്ഞാൽ എന്താ? വില കുറഞ്ഞ് വിറ്റു. പറഞ്ഞാൽ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നഷ്ടം സംഭവിച്ചു. എത്ര രൂപ? അത് 500 കുറച്ചാൽ മതി. നഷ്ടം കാണാൻ 500 488.75 അല്ലേ. നമുക്കിവിടെ 0.800 ഇടാം. കുറയ്ക്കുമ്പോൾ 5 5 10 1 7 8 2 10 ശിഷ്ടം 1 1 8 9 1 10 1 8 9 1 10. ഉത്തരം നഷ്ടം എത്ര രൂപയാണ്? 11.25 രൂപ. അതായത് 11 രൂപ 25 പൈസ. 2 സംഖ്യകളുടെ തുക 25. അവയുടെ വർഗ്ഗങ്ങളുടെ തുക 313 ആയാൽ സംഖ്യകളേവ? നമുക്ക് 4 ജോഡി തന്നിട്ടുണ്ട് ഓപ്ഷൻസ്. എങ്ങനെ ചെയ്യുക? 2 സംഖ്യകൾ. ആ 2 സംഖ്യകൾ നമുക്ക് A B എന്ന് വിചാരിക്കുക. 2 സംഖ്യകൾ A B. അപ്പോൾ തുക A + B. നമുക്ക് എന്തറിയാം? A + B എത്രയാണ്?
25. ഇനി എന്താ അറിയുക, അവയുടെ വർഗ്ഗങ്ങളുടെ തുക, വർഗ്ഗം പറഞ്ഞാൽ സ്ക്വയർ, സ്ക്വയർ കണ്ട് കൂട്ടുക, വർഗ്ഗങ്ങളുടെ തുക സ്ക്വയർ കണ്ട് കൂട്ടുക. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം എത്രയേ 313. നമുക്ക് എന്താ കാണേണ്ടത്, ആ സംഖ്യകൾ എയും ബിയും വേറെ വേറെ കാണണം. നമുക്ക് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സർവ്വസമവാക്യം എന്താണ്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. നമുക്കിതിൽ വില കൊടുക്കുക, ഈ സദാസ്ഥിതിവാക്യം, ഈ സർവ്വസമവാക്യത്തിൽ ഈ ഐഡൻറ്റിറ്റിയിൽ വില കൊടുക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അതായത് 25 സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 25 സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 313, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 313, പിന്നെ എന്താ ഉള്ളത് പ്ലസ് 2ab. 25 സ്ക്വയർ 25 × 25 625 സമം 313 പ്ലസ് 2ab. ഇതെങ്ങനെ 2ab കാണുക, ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം എന്നാവും. 2ab കാണുമ്പോൾ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം എന്നാവും. അപ്പോൾ 2ab സമം 625 313 കുറയ്ക്കുക, 2 3 5 1 1 2 3 3 6 312 വന്നു. 2ab സമം 312. അപ്പോൾ ab എങ്ങനെ കാണുക, 312/2 312/2 ഹരിക്കുക, 3 1 2 2 ശിഷ്ടം 1 11 I 2 10 ശിഷ്ടം 1 12 6 2 12. നമുക്ക് എന്ത് കിട്ടി, എ ബി അതായത് എ ഇൻറ്റു ബി, ഈ സംഖ്യകളുടെ ഗുണനഫലം 156 ആണ്. സംഖ്യകളുടെ ഗുണനഫലം 156. ഇനി നമ്മൾ ഈ ജോഡിയിൽ നോക്കുക, ഏത് തമ്മിൽ ഗുണിച്ചാൽ 156 കിട്ടുക, 12 13 തമ്മിലാണ് ഗുണിച്ചാൽ കിട്ടുക. ഇത് 20 × 25 500 അല്ലേ, 500 കിട്ടും. ഇത് 9 9 1 24 24 12 × 13 ഗുണിച്ചാൽ നമുക്ക് 156 കിട്ടും. അപ്പോൾ ഉത്തരം ഏതാ, സംഖ്യകൾ ഏതൊക്കെ, 12 13. 225 × 32 × 10 എന്ന ഗുണനഫലം കണ്ടെത്തിയാൽ അതിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? ഈ 3 സംഖ്യയെ കൂടി ഗുണിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും എന്നാണ് കാണേണ്ടത്. ഉത്തരം കാണാനായിട്ട് ഈ സംഖ്യകളെയൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, ഈ സംഖ്യകളെയൊക്കെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. അപ്പോൾ 225 നമുക്ക് 225 അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക, അതായത് പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 5 20 ശിഷ്ടം 2 25 5 25, വീണ്ടും 5 കൊണ്ട് ഹരിക്കാം 9 5 45, ഇനി 3 കൊണ്ട് ഹരിക്കാം 3 9, 3 കൊണ്ട് ഹരിക്കാം 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5 സ്ക്വയർ × 3 സ്ക്വയർ എന്ന് എഴുതാം. 5 സ്ക്വയർ × 3 സ്ക്വയർ. ഇതുപോലെ ഓരോന്നിനെ കണ്ടുപിടിക്കുന്നത്. 32 നമുക്കറിയാം, 32 എന്താ, 2 ഘാതം 5 ആണ്. 2 5 തവണ 2 × 2 × 2 × അങ്ങനെ 5 തവണ ഗുണിച്ചാൽ 32 കിട്ടും. അപ്പോൾ 32 നമുക്ക് എങ്ങനെ എഴുതാം, 2 ഘാതം 5 എന്ന് എഴുതാം. പിന്നെ 10നെ 2 × 5 എന്ന് എഴുതാം. 2 × 5 ആണ് 10, 2 × 5. ഇതൊക്കെ കൂട്ടിച്ചേർത്തി എഴുതുക. എത്രയൊക്കെ, അതായത് 5 ഘാതം 2 ഇവിടെ ഒരു 5 ഘാതം 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ ആകെ 5 ഘാതം 3 ആവും. 5 ഘാതം 3, 5 സ്ക്വയറും 5 ഗുണിച്ച 5 ക്യൂബ്. പിന്നെ 3 സ്ക്വയറിന് വേറെ അതിന് കൂടെ ചേർക്കാനൊന്നുമില്ല. അപ്പോൾ 3 സ്ക്വയർ അതുപോലെ ഇടുക. ഇൻറ്റു 2ൻ്റെ 2 ഘാതം 5ഉം ഇവിടെ 2 ഘാതം 1ഉം 2 ഘാതം 6 എന്ന് വരും. 2 ഘാതം 5 2 ഘാതം 1 2 ഘാതം 6. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് 2ഉം 5ഉം മാത്രം എടുക്കുക. കാരണം ഈ 5 10 നമ്മളെന്താ അവസാനം എത്ര പൂജ്യങ്ങൾ എന്നല്ലേ, ഇപ്പോൾ ഈ 5 10 അല്ലേ വരിക. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കുക, ഏത് 5ൻ്റെയും 2ൻ്റെയും മാത്രം നോക്കുക. ഇതിൽ ഏത് കൃതിയാണോ ചെറുത് അതാണ് ഉത്തരം. ഇതിൽ ഏത് കൃതി ചെറുത്, അതായത് എക്സ്പോണൻ്റ് ഏതാ ചെറുത്, കൃതി പറഞ്ഞാൽ മുകളിലുള്ള സംഖ്യ, ഇതിൽ 3 6 ഏതാ ചെറുത്, 3 ആണ്. അപ്പോൾ ഉത്തരം 3 എന്നാണ്. അതായത് ഈ സംഖ്യകൾ ഗുണിച്ച് കിട്ടിയ അവസാനം എന്തുണ്ടാവും, 3 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും.